ഏട്ടാ വെറുതെ കുട്ടീനെ ചീത്ത അറിയാൻ നിൽക്കണ്ട കേട്ടോ. ആ കുട്ടിയാണ്, നല്ല കുട്ടിയാണ്. അപ്പോഴും പിത്തനെ ഒപ്പിക്കാൻ വേണ്ടിട്ടാണല്ലേ. അയ്യോ അയ്യോ അത് താട്ട് പൊട്ടും. പൊട്ടും. ഒരു ചെടി മൊത്തം നശിപ്പിച്ചിട്ട് സന്തോഷായിട്ട് ഇരിക്കുന്നുണ്ടാവും മൂപ്പരാള്. ഞാനതാണ് ഇവിടെ ചെടിച്ചട്ടി വാങ്ങാൻ വേണ്ടി പറയുമ്പോ പറയുമ്പോ അനിയേട്ടൻ വാങ്ങിത്തരാത്തത് കേട്ടോ. ഇവനും കൂടി ഒന്ന് വലുതാവട്ടെ വിചാരിച്ചിട്ട് കടിച്ചെടുക്കണം ഞാന്. എടുക്കട്ടെ. ഇനി അച്ഛൻ നിന്നോട് മിണ്ടില്ല അത്രേ, പാപ്പായി വാങ്ങി തരില്ല അത്രേ. നീ ചെയ്യോ ഇല്ല. സോറി പറ. അഭിമാനം സമ്മതിക്കുന്നില്ല. സോറി പറ. നോക്കി അവനൊന്നും പറയണ്ട. അതിനൊരു പാപ്പായനും ഞാൻ കൊടുക്കില്ല. ചേച്ചിയുടെ ചെടി ഫുള്ള് പൊട്ടിച്ചളഞ്ഞിട്ട് ഇനി ഞാൻ പാപ്പായ കൊടുക്കാൻ. ഞാൻ ചായ വെക്കട്ടെ. ഇതാണ് എടുത്ത കഴിഞ്ഞാൽ പിന്നെ വീഴും. അപ്പോഴേ നമ്മളെ ചായ വെക്കട്ടെ കേട്ടാ. ഇന്ന് മഴ പെയ്യുന്നോന്നുണ്ട്. കാലാവസ്ഥ കാണുമ്പോൾ കണ്ടോ, മഴ ഒരു പെയ്യേണ്ട ഒരു ലെവല്, ഒരു കാറ്റൊക്കെ വീശുന്നുണ്ട്. നല്ലൊരു കാലാവസ്ഥയാണ് ലേട്ടാ ഇന്നത്തെ കാലാവസ്ഥയൊക്കെ. മഴ പെയ്താൽ മതി. അയ്യോ ഒന്ന് നല്ല വലിയൊരു സംഭവം ഉണ്ടായിട്ടോ. നമ്മൾ മോട്ടർ വാങ്ങിയില്ലേ, ആ മോട്ടറിന് ചെറിയ എന്തോ ഒരു കംപ്ലൈന്റ്, വെള്ളം വലിച്ചെടുക്കണില്ല. ഇന്നലെ ഒരു പ്രാവശ്യം ഡ്രമ്മിന്ന് ടാങ്കിന്ന് വെള്ളം എടുത്ത് അടിക്കുമ്പോൾ സ്പീഡില്ല. കാരണം 200 അടി താഴ്ച എങ്ങനെ വെള്ളം എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്ത് കാട്ടിയെന്നറിയോ, നമ്മുടെ ഇന്നലെ അവർ കഷ്ടപ്പെട്ടത് വെറുതെ, ഇന്ന് കഷ്ടപ്പെട്ടത് വെറുതെ. 2 ദിവസത്തെ കൂലിയും വെറുതെ പോയി. 2 ദിവസത്തെ കൂലിയും വെറുതെ ആയി. അതിനുള്ള കഷ്ടപ്പാട് വേറെ. അയ്യോ കൂലിയും പോയി, കഷ്ടപ്പാടും ആയി, എല്ലാം ആയി പറഞ്ഞില്ലേ. അതിന് ഒക്കെപ്പാടും കൊണ്ട് നിങ്ങൾ പഴം കൊടുക്കില്ല പറയല്ലേ. നിങ്ങളുടെ പഴമൊന്നും വേണ്ട. അവൻ ഒറ്റയ്ക്ക് എടുത്ത് എന്നെ അറിയാന്ന്. അവൻ ഒറ്റയ്ക്ക് എടുക്കാൻ വേണ്ടി ആ കളിയിൽ വെച്ചിരുന്ന മര്യാദക്ക് വെച്ചോ. അതെന്റെ പാപ്പായാണ്. അതെന്റെ പാപ്പായാണ്. നീ ഒറ്റയ്ക്ക് അവിടെ കയറി എടുക്കും. ശരി. ആഹാ നീ ഭയങ്കര സാധനമായിരുന്നു കേട്ടോ പൊന്നു. കുട്ടിക്ക് അല്ലെങ്കിൽ ജീവിച്ചു പോണ്ടേ. ചിരിക്കി നോക്കി എന്നിട്ട് എന്റെ പാപ്പക്കായ അവിടെ വെക്കി. എന്റെ പാപ്പായൊക്കെ എടുത്ത് നിന്നിട്ട് ഇനി ഞാനെന്താ തിന്ന? ആര്? എന്റെ പാപ്പായ എന്തിനാ നീ എടുത്ത്? എന്റെ പാപ്പായ എടുത്ത് അച്ചു ചേച്ചിയുടെ ചെടിയും കേൾത്തി ചിരിക്കുക. അച്ചു കറകിയ എന്നിട്ട് ചെക്കൻ തന്നെ നീ. അച്ചു കറകിയ എന്റെ ചെടി എടുത്തിയേ പറഞ്ഞിട്ട് ഞാൻ ഒന്ന് കടന്നോട്ടോ. എനിക്കില്ലേ അറ്റത്ത് പല്ലുവേരി പറയല്ലേ, ഭയങ്കര വേദന. ഇന്നിപ്പോൾ ഡോക്ടറെ കാണാനും പോകാൻ പറ്റില്ല. ഇവിടെ നിങ്ങൾ കണ്ടോ ചെറിയൊരു നീരുണ്ട് കേട്ടാ അല്ലേ. ഒന്ന് വീർത്ത പോലെ തോന്നില്ലേ. അപ്പോൾ എന്താ ഞാനെന്നാ വിചാരിച്ചു കുറച്ചു നേരം ഗുളിക കഴിച്ചിട്ട് അങ്ങനെ കിടക്കട്ടെ എന്ന്. ഒരു പാരസെറ്റമോളും കഴിച്ചിട്ട് അങ്ങനെ കിടന്നു കേട്ടോ. അങ്ങനെ അങ്ങോട്ട് ഉറങ്ങി നീച്ച് കഴിയുമ്പോഴേക്കും പരാതിപ്പെട്ടികളാണ്. എൻ്റെ ചെടി പോയേ പറഞ്ഞിട്ട് അതെടുക്കണ്ട അത് അടിയ. സുകന്യയും അമ്മച്ചുമൊക്കെ TV കണ്ടുകൊണ്ടിരിക്കുകയാണേ. നമ്മളിന്ന് വെള്ളമൊക്കെ കിട്ടും, മോട്ടറൊക്കെ അടിക്കുക എന്നൊക്കെ സന്തോഷിച്ചിരുന്നതാണ്. സന്തോഷം പകുതി വഴിയിൽ അവിടെ തന്നെ അവര് പറഞ്ഞു നമ്മുടെ ചുറ്റിത്തിരിച്ച് നിങ്ങളെ ചുറ്റിത്തിരിച്ചിട്ട് എല്ലാം കൂടി വല്ലാത്തൊരവസ്ഥയിലായി. അയ്യോ എൻ്റെ കുട്ടി ഒറ്റയ്ക്കായില്ലേ. എൻ്റെ കുട്ടിക്ക് ആരും ഇല്ലാതെ ആയില്ലേ. നോക്കത് വേഗം അറിയുന്നില്ലേ. നോക്കിയൊക്കെ അതിന് എവിടെന്നാ അത് വരുന്നത് കണ്ടോ. അപ്പുറത്തുനിന്ന് പപ്പു അതും കൊണ്ട് അവിടെ നീച്ചു നിന്നു കൂട്ടുന്ന്. അസൂയ കുശുമ്പ് കഷണ്ടി ഒന്നും നമ്മുടെ പപ്പൂനില്ലാത്തത് കൊണ്ട്. ബാടാ ബാ ചാത്തപ്പ ബാ ബാ ബാ. അയ്യോ ആ പഴം അങ്ങോട്ട് ഇട്ട് കൊടുക്കാന്. അവൻ തിന്നോട്ടെ, ചാത്തപ്പൻ തിന്നോട്ടെ. എന്തേ ബാ ബാ എന്നാ ബാ വാടാ. അയ്യോ എറിയണ്ട കേട്ടോ. അവിടെ ഒരിടത്ത് ഇട്ട് കൊടുക്ക്. എന്നാ തിന്നോ ബാ ബാ.
ഇങ്ങനെ പോകുന്ന അവൻ തിന്നോട്ടെ. താഴേക്ക് തന്നെ അത് വീഴുകയും ചെയ്തു. പഴം തിന്നോളൂ. പഴവും തക്കാളി നല്ല ഇഷ്ടമാണ്. ഇങ്ങനെ നോക്കിയിട്ട് എന്താ കാര്യം ഉണ്ടാവണത്? ഒക്കെ എന്താ കുറച്ച് കഴിയുമ്പോഴേക്ക് നായക്ക് നീ ഇവൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവനാണോ എന്ന് വെച്ചാൽ ആർക്ക് വേണമെങ്കിലും പിടിച്ചിട്ട് പോവുക. ഇതേപോലെ വേറൊരു കോഴി ഉണ്ടായിരുന്നാണ്, ഒരു വയലറ്റ് കളർ അല്ലേ? മറ്റേ ചത്തപ്പനുണ്ടാവും, പിന്നെ തണ്ടാൻ പോർക്കല്ലേ. അപ്പം നമ്മൾ ഒരു പ്രധാന കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മുടെ തന്നെ നമ്മൾ ഓൺലൈൻ ബിസിനസ് തുടങ്ങണം എന്ന് പറഞ്ഞില്ലേ, അതിനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു വെച്ചിട്ട് നമുക്കത് അപ്പയ്ക്ക് ആശുപത്രി കേസായിട്ട് ചെയ്യാൻ പറ്റിയില്ല. ചായ വെക്കാൻ നോക്കൂ, അന്ന് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഇനി എന്തായാലും വിഷു കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാല്ലേ. വിഷുവിൻ്റെ മുമ്പേന്ന് പറഞ്ഞു വെച്ചാൽ ഇനി കുറേ ആകെ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ ചേട്ടാ, അല്ലേ? അപ്പോഴേക്കും ഏട്ടൻ ഇനിയിപ്പോൾ നാളെ കിച്ചുവിനെയും കൊണ്ട് ആശുപത്രി പോകണം. കിച്ചുവിൻ്റെ കാലിൻ്റെ മുട്ട് വേദനയുടെ കാര്യം പറഞ്ഞതില്ലേ, അപ്പോൾ അതിന് പോകണം. എനിക്ക് പല്ല് നാളെ എന്തായാലും ഡോക്ടറെ കാണിക്കേണ്ടി വരുമായിരിക്കും. അങ്ങനെ അയക്കണോ? എന്തായാലും വീഡിയോ എടുക്കാനും ഒന്നിനും പറ്റില്ല. ഇപ്പോൾ ആശുപത്രിയുടെ ഓട്ടങ്ങൾ മാത്രം നടക്കുള്ളൂ, ഒരു കാര്യം നടക്കുന്നില്ല. ചിലർ പറയണ പോലെ ദൃഷ്ടിപ്പെട്ടോ. ആശുപത്രിയുടെ കാര്യങ്ങൾ ഒരു ഭാഗത്ത്, വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് ഒരു ഭാഗത്ത്, ഒരു കാര്യം നടക്കുന്നില്ല. ക്ഷാമങ്ങളും ബുദ്ധിമുട്ടുകളും തീരുന്നു, അതൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ ആശുപത്രി കേസൊക്കെ ഇങ്ങനെ വരുന്നതാണ്, ഒരു പ്രശ്നമില്ലാത്ത കാര്യങ്ങൾക്കാണ്. ഇപ്പോൾ കിച്ചൂരിന് ഇപ്പം എന്താ ഒരു കുഴപ്പമില്ല. പക്ഷേ പറഞ്ഞിട്ടില്ല, ഓടാൻ പറ്റില്ല പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താ, ഓടാനും കുട്ടിക്ക് നടക്കുമ്പോഴൊക്കെ നല്ല ബുദ്ധിമുട്ട്, മുട്ടില് ഭയങ്കര വേദന. അച്ചു എന്താണെന്നറിയോ ഇങ്ങനെ സങ്കടം വന്നിരിക്കുന്നത്? അച്ചുവിൻ്റെ ചെടി പോയതിൻ്റെ സങ്കടമാണ് അച്ചുവിന് കേട്ടോ. അതുണ്ടാവും അച്ചുട്ടി, സാരില്ല. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു നല്ലൊരു വീഡിയോ എടുക്കണം എന്ന് വിചാരിക്കുന്ന ദിവസം എന്തെങ്കിലും മുടക്കുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും തിരിച്ചിലുകളായിട്ട് നമുക്ക് വീഡിയോകൾ എടുക്കാൻ പറ്റണില്ല കേട്ടോ. കുറേ പേര് പറയും ചേച്ചി 2 നേരം നിങ്ങൾ വീഡിയോ ഇടണം, നിങ്ങൾ വീഡിയോ ഇടാതിരിക്കരുതെന്ന്. പക്ഷേ 2 നേരം നമുക്ക് ഇടാൻ പറ്റണേ ഇല്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല, അനങ്ങാൻ പറ്റില്ല. അപ്പോഴേക്ക് ഇങ്ങനെ ആശുപത്രി കേസും ഇതിപ്പോൾ വഴി കൂടെ പോകണതൊക്കെ അങ്ങോട്ട് കയറി വരിക പറഞ്ഞാണ്. എന്തെന്നൊക്കെ എങ്ങനെയൊക്കെ ഉള്ളതാ എല്ലാം നമ്മുടെ അടുത്തേക്ക് വരും. ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത്? ഒന്നും നമുക്ക് വേണ്ടപ്പെട്ട കാര്യങ്ങളല്ല, നമുക്കൊന്നും ഒഴിഞ്ഞു പോകാനും പറ്റില്ല. ഇനിയിപ്പോൾ അത് കഴിയുമ്പോഴേക്കും ഈ 5-ാം തീയതി കിച്ചുവിനെ ഒന്നും മാറിക്കാൻ പറ്റില്ല, നമുക്ക് വേണ്ട കാര്യങ്ങൾ. 5-ാം തീയതി നാളെ ഇനി കിച്ചുവിനെയും കൊണ്ട് പോയി കഴിഞ്ഞാൽ 10-ാം തീയതി പിന്നെ ഏട്ടനെയും കൊണ്ട് പോകണം കേട്ടോ. മൂത്ത ഏട്ടൻ്റെ സ്റ്റിച്ച് എടുത്തിട്ടില്ല, ഏട്ടനെയും കൊണ്ട് പോകണം. അതിൻ്റെ ഇടയിൽ നമുക്ക് ചെക്കപ്പിന് പോകാനായി. അപ്പം അങ്ങനെ നമ്മൾ ഇപ്രാവശ്യം നമ്മളൊന്നും മുൻകൂട്ടി ഒരു കാര്യം തീരുമാനിക്കാൻ പാടില്ല. മുൻകൂട്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ വെച്ചാൽ ആ കാര്യങ്ങളൊന്നും നടക്കില്ല. അതെ സുകന്യെ, ഒന്നും നടക്കണില്ല. അപ്പം ഇനി അപ്പം തീരുമാനിച്ചിട്ട് ഓടുകയാണ് നടക്കുള്ളൂ. അപ്പം നമ്മൾ ഇതന്നെ അറിയണത്, ഇത് ചെർപ്പളശ്ശേരിയിൽ നിന്നാണ് നമ്മൾ മോട്ടർ എടുത്ത് കേട്ടോ. ചെർപ്പളശ്ശേരിയിൽ നിന്ന് എടുത്തപ്പോൾ ഇനി അത് മാറ്റണമെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകണ്ടേ? ഇപ്പോൾ കിർലോസ്കറിൻ്റെ ഏറ്റവും നല്ല സാധനമാണ് കൊണ്ട് കിർലോസ്കർ വാങ്ങി. അതായത് ഈ ഒരു സാധനം ഇറക്കുമ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടൊക്കെ അല്ലേ ഇറക്കുക. എന്തായാലും നമ്മൾ ഇങ്ങനെയെന്നുള്ളത് അറിയില്ലല്ലോ. ഇത്ര നല്ല ബ്രാൻഡിൻ്റെ സാധനം എന്ന് പറയുമ്പോൾ അത് ഇത്ര ക്വാളിറ്റി ഇല്ലാണ്ടാകും. നമ്മൾ എന്തായാലും വീഡിയോക്ക് മാറ്റങ്ങളൊക്കെ വരുത്തി പുറത്തു കൂടെ പോണ വീഡിയോസും ഒക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചാണ്. വീഡിയോ എടുക്കാൻ പറ്റണില്ല കേട്ടോ. ഓ എന്തോ ഇത് ചെയ്യണത്? എന്താ അച്ചു ചേച്ചി നീ ആയിട്ട് തെറ്റിക്കുക അത്രേ. നീ എന്തിനാ അച്ചു ചേച്ചിയുടെ ചെടിയൊക്കെ നശിപ്പിച്ച്? അതുകൊണ്ട് അച്ചു ചേച്ചി പൂ തരില്ല. നീ നാളെ ഉണ്ടാക്കുമ്പോൾ തരും. അപ്പോഴേ നമുക്ക് ഏറ്റവും വലിയ സങ്കടം എന്താണെന്ന് അറിയാം, നമ്മളിപ്പോൾ ഈ മാലയും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇത് സെയിൽ ചെയ്യാനും പറ്റാണ്ട് അതിനും കുറച്ച് ബാധ്യതകളായി. ഒക്കെപ്പാടെ നമുക്കില്ലേ ഈ ഒരു എങ്ങനെ പറയുക, ആശുപത്രി തിരക്ക് കാര്യങ്ങളൊക്കെ പാടെ വന്നോട്ടോ. അത് ഭയങ്കര ഒരു വിഷമം തന്നെ ഇല്ലേട്ടാ. നമ്മൾ പെരുന്നാൾ സാധനങ്ങളൊന്നുമില്ല, സെയിൽ ചെയ്യാൻ സാധനങ്ങൾക്ക് അതിനേക്കാളും കൂടുതൽ അതിന് വേണ്ട സാധനങ്ങൾ വാങ്ങിയതാണ്. സെയിൽ ചെയ്യാനുള്ള സാധനം മാത്രമല്ല, അതിന് എന്തൊക്കെ സാധനങ്ങൾ വാങ്ങി വെച്ചു. നമ്മൾ വെക്കേഷനൊക്കെ ആയ സമയത്ത് വീഡിയോ കണ്ടന്റുകളൊക്കെ മാറ്റി ഇടണം. നമ്മൾ പുറത്ത് എന്തൊക്കെ വിചാരിച്ചാണ് ഇവിടുന്ന് അനങ്ങാൻ പറ്റില്ലെങ്കിൽ എന്താ ചെയ്യുക? എന്താണ് മോട്ടർ തിരിച്ചു കൊടുക്കാൻ പുതിയ മോട്ടർ തരണം, അത് കേട്ടല്ലേ? അത് ഇനി നമുക്ക് ഇതാക്കാനൊന്നും പറ്റില്ല അത്ര അച്ചുട്ടിയെ. അത് പുതിയ മോട്ടറല്ല, സെക്കൻഡ് ഹാൻഡ് വാങ്ങിയൊന്നല്ലോ. സെക്കൻഡ് ഹാൻഡ് വെള്ളടിക്ക് ഉപയോഗിക്കാൻ എന്താ ചെയ്യാൻ പറ്റണ്ടേ? ഈ ടാഗിലിട്ടൊക്കെ ടാഗത്തെ വെള്ളം തന്നെ വെറുതെ കയറണുള്ളൂ, ഹോഴ്സില്ല. നിലത്തിരിക്കുന്ന അവിടെ ഇരിക്കുന്ന ഈ നീലട്ടാക്കത്ത് വെള്ളം പുറത്തേക്ക്
ഒരാണ് പമ്പായി പോകുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്ത് പറഞ്ഞിട്ട് കാര്യം. ഇതാ കണ്ടോ അതല്ലേ ഈ നീലിട്ടാക്കത്തെ വെള്ളം ഇത് അടക്കം പമ്പായിട്ട് അവിടേക്ക് സ്പീഡിക്ക് ഇത് അവിടേക്ക് കൂടെ എത്തുന്നില്ല. പിന്നെ പിന്നെയും തെങ്ങല്ലത് വാഴ. അതിന് ആ ഈ 600 അടി താഴ്ച പിന്നെ മേലേക്ക് എങ്ങനെ വെള്ളത്തിന്. അപ്പോൾ കണ്ടോ ചക്കകൾ കിടക്കുന്നുണ്ടല്ലേ. ഇല്ലെങ്കിൽ ഇവിടുത്തെ ഈ ചക്കകൾ ഇട്ടിട്ടില്ല എന്ന് വെച്ചാൽ നേരെ നമ്മുടെ ഈ ഷീറ്റിക്കാണ് കേട്ടോ വരിക. ഷീറ്റ് പിന്നെ എന്തായാലും തരിപ്പണാവും. ചക്കട്ട് നന്നല്ലേ ഇനി ഷീറ്റൊക്കെ ഇട്ട് കേടുവരും ചെയ്യും. അപ്പം അങ്ങനെ ഇതിട്ടതാണ്. ഒരു ചക്ക ഒരു ചോള ചക്കല്ല ഒക്കെ ഒരു ഓരസില്ലാത്ത ചക്കളാ. ചൊളേനില്ല കൊണ്ടതിലൊന്നും. ഇനി ചക്കയാണ് എത്ര കാലം ചക്കയാണ്. ഇല്ല 2, 4, 6, 7, 10, 12, 13, 14 എത്ര. ഇവിടെ നമ്മളെ എല്ലാറ്റിലും വെള്ളം പിടിച്ചും കൊണ്ട് രക്ഷപ്പെട്ടു കേട്ടോ. വാഷിംഗ് മെഷീനിൽ ഒഴിക്കാനേ ഞാൻ ഇത് വന്നിട്ട് പൈപ്പിൽ നിന്ന് നമുക്ക് വെള്ളം വരുമല്ലോ നേരിട്ട്. ദാരിദ്ര്യം തീരുമല്ലോ എന്ന് വിചാരിച്ചാണല്ലേ. ഇന്നത്തോടെ നമ്മുടെ പ്രശ്നം തീരുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ വെള്ളം നിറച്ച് വെച്ചത് നന്നായേ ഉള്ളൂ. ഇല്ലെങ്കിലോ അതാണ് സമയം എന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ടും കാര്യമില്ല ചേട്ടാ. നമുക്ക് ആ സമയമായാൽ തന്നെ എല്ലാതും നമ്മുടെ കയ്യിൽ എത്തിച്ചു തരുള്ളൂ. അപ്പോൾ നമ്മുടെ വീടിന് നമ്മൾ 6 വർഷം കാത്തിരുന്നില്ലേ, അതുപോലെ വെള്ളം കിട്ടട്ടെ എന്ന്. വെള്ളം ഉണ്ട് കേട്ടോ, വെള്ളം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു പൈപ്പ് കയറ്റിവർക്കും ചെയ്യുമ്പോൾ അറിയാലോ വെള്ളം ഉണ്ട്. അതല്ല നമ്മൾ ചെറിയൊരു അപ്പോൾ അതിലത്തെ 80ാമത്തെ പൈപ്പ് ഇട്ടിട്ട് വെള്ളം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ വെള്ളത്തിന് ക്ഷാമം ഉണ്ടാവില്ല. ഇതടക്കം അമ്മി വാങ്ങിക്കൊണ്ടിട്ട് കണ്ടിരിക്കുന്നത് ഇത് മോട്ടറിൽ. ഈ അമ്മി അടക്കം നമുക്ക് ഒന്ന് മയക്കാൻ പറ്റിയിട്ടില്ല. ഇതിന് വേണ്ടി അതിനടക്കം നമുക്ക് സമയം കിട്ടിയില്ലല്ലോ സു. അത് എന്താ മാവിൻ്റെ ഇലയും കൊണ്ട് ആദ്യം അരച്ചിട്ട് നമ്മുടെ പച്ചരി അരച്ചാലും മതി. ചിലർ ഉമ്മി അരച്ചാൽ മതി പറയുന്നുണ്ട്, ചിലർ പറയുന്നുണ്ട് ഉണ്ണിത്തണ്ട് അരച്ചാൽ മതി എന്നുള്ളത് കേട്ടോ. എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നമുക്ക് മയക്കണം എന്ന് അല്ലേ. ഇനി എന്തായാലും കിച്ചുവിനെയും കൊണ്ട് നാളെ ഞാനും പോട്ടോ ആശുപത്രിക്ക്. എനിക്കും ഡോക്ടറെ കാണണം. എനിക്ക് മേലിൽ മൊത്തം നീര് വരിക ശരീരത്തിൽ. അവിടെ വെച്ചു അത് ഇപ്പോൾ കുറച്ചായിട്ട് തുടങ്ങിയതല്ലേ ചേട്ടാ. ശരീരത്തിൽ ഒന്നല്ലെങ്കിൽ നമ്മുടെ കാലിൽ കൂടെ നീര് വരിക, ശരീരം മൊത്തം നീര് വരിക. അപ്പോൾ ബ്ലഡിൻ്റെ കമ്മിയാണോ എന്താണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അത് നമുക്കറിയില്ലല്ലോ എന്താണ് പ്രശ്നം എന്നുള്ളത്. ഡോക്ടറെ പോയി കാണണ്ട. ചില സമയത്ത് ചിലർ കാണുമ്പോൾ പറയും ബസ് നല്ല മെലിഞ്ഞിട്ടായിരിക്കുന്നു പറയും, നന്നായി ക്ഷീണിച്ചു തടി പോയി പറയും. ചില സമയത്ത് അതിന് വേണ്ടിയിട്ട് ചക്കപ്പോത്ത് ചീർത്ത പോലെ ചീർത്തിട്ടുണ്ടാവും. മുഖമൊക്കെ നല്ല നീര് വരുന്നുണ്ട് കേട്ടോ. അത് എന്തായാലും കളയണ്ട. ഈ പപ്പൊന്നല്ല ചങ്ങലടുത്തേക്ക് അത് മേത്തെ കൂടെ ചിറ്റി നിൽക്കാൻ പാടില്ല. ആ ചങ്ങല വാങ്ങിച്ച കുട്ടരുത് തട്ടിയാണ്ടല്ലോ എവിടെ തട്ടി മുറിയാവും. എന്താ അണ്ടിപ്പൊട്ടടിക്കണം. പിന്നെ എന്താ അമ്മായിയും ഇവരൊക്കെ വരുമ്പോ അണ്ടിപ്പുട്ട് ഇടിക്കണ്ടേ? അവരിന് ബായോ ചൂട് വേണ്ട, നാളെ മതിക്ക് വയ്യ. ചെയ്യൊക്കെ ചെയ്യാ. ഇപ്പോഴേ എന്താണ്ടോ ഇത് കൂടെ മൊത്തം ഇങ്ങനെ വെച്ചിട്ട് കണ്ടില്ലേ, അങ്ങനെ വെക്കണ്ടെന്ന് പറയട്ടാ. എന്നാലും കഴുകിയിട്ട് ഉണങ്ങട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ പിന്നെ അവിടെ വയ്ക്കും. ദാസുവിനെ ചായ വെച്ച് ചായ പാത്രങ്ങളെ കൂടെ പാത്രം വെക്കണ്ടെന്ന് പറയുമ്പോൾ പാത്രം വെക്കും. എൻ്റെ അച്ചു ചെയ്തൊരു കാര്യം കാണിച്ചു തരട്ടെ നിങ്ങൾക്ക്. കണ്ട ബീട്രൂട്ട് ഉപ്പിലിട്ടത് കണ്ടോ, അതിൻ്റെ കളർ നോക്കിയൊക്കെ. വലിയ അണ്ടാവിന് കൊടുക്കണം. സ്ലിപ്പ് തരാം. ഇലക്ഷൻ ചൂട് അതങ്ങനെ അപ്പോൾ വോട്ട് ചെയ്യേണ്ടത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് സൈഡിൽ ചൂടല്ലേ, ഭയങ്കര പാട്ടൊക്കെ വെച്ചിട്ട് അല്ലേ. ഓതാ കണ്ടോ പൊന്തി വന്നു, നല്ലൊരു മണം വന്നിട്ടില്ലേ. അപ്പോൾ നമ്മളേ നമ്മുടെ വിശേഷം നിർത്തട്ടെ. നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട്
നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ. എന്താണെന്നറിയോ, തിരിച്ചിലുകളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പ്രാർത്ഥിക്കണേ. കാരണം ചിറ്റിത്തിരിച്ചിലുകളാണ്. എന്താണെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. നമുക്ക് ആർക്കും ഒരു പിടി കിട്ടുന്നില്ല ചേട്ടാ. ആശുപത്രി കേസും കൊണ്ടാണ് പെടുന്നത്. വിചാരിക്കാണ്ട് ഇന്നലെ രാത്രി കടന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ എനിക്ക് എന്തെങ്കിലും വയ്യായി, എന്തെങ്കിലും തിരിച്ചു. അയ്യോ അയ്യോ വയ്യ വയ്യ, ഒക്കെ ശരിയാവും. ചിലപ്പോൾ എല്ലാ സമയവും നമുക്ക് എല്ലാവർക്കും ഒരേപോലെ ആയിക്കൊള്ളണമെന്നില്ലല്ലോ അല്ലേ. ചിലപ്പോൾ നാളെ നമുക്കൊരു ലോട്ടറി അടിച്ചാലോ, തിരിഞ്ഞിട്ട്. അതുണ്ടാവില്ല എന്തായാലും. കാരണം എന്താ വെച്ചാൽ ലോട്ടറി എടുക്കില്ല, അതുകൊണ്ടാണ്. ലോട്ടറി എടുക്കുന്ന കാര്യം പറയണ്ട, എടുക്കാത്തവർക്ക് നല്ല നിങ്ങളെ ബീട്രൂട്ട് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടോ? അച്ചു ബീട്രൂട്ട്, ക്യാരറ്റ്, കുക്കുംബർ ഇല്ലേ സുവന്യെ, എല്ലാം ഇടും. അതേപോലെ മുട്ടക്രോസ് കിട്ടി കഴിഞ്ഞാൽ വെച്ചാൽ അത് ഉപ്പും സുർക്കി പച്ചമുളക് ഉള്ളി ഒക്കെ ഇട്ടിട്ട് അവൾ കുക്കുംബറൊക്കെ പാടിട്ടിട്ട് സാലഡ് ഉണ്ടാക്കും കേട്ടോ. അവൾക്ക് ഓരോന്ന് തോന്നിക്കഴിഞ്ഞാൽ അവൾ ഓരോന്ന് ചെയ്യേ. അവൾക്ക് എന്തെങ്കിലും സാധനം, പിന്നെ ഒരു ഇതുകൊണ്ട് കേട്ടോ, അവൾ അത്രയും കഷ്ടപ്പെട്ട് വളർത്തി എന്തെങ്കിലും സാധനം നശിച്ചു കഴിഞ്ഞാലേ ഇരുന്ന് കരയും. അത് സങ്കടമില്ലാണ്ടിരിക്കുക. അത് കാര്യങ്ങൾ ആരും ചെയ്യില്ല, അവള് മാത്രമേ ചെയ്യും. അപ്പൊ അത് ഒന്ന് നോക്കി നേരാവണ്ണായി വരുമ്പോ അതിന് കഴുത്തി കളഞ്ഞു കഴിഞ്ഞാൽ വിഷമം ഉണ്ടാവില്ല. അതിപ്പോ ചെറിയോരോ വലിയോരോ ഒന്നും ഇല്ല, ഒരു കാര്യം അവരാരും നോക്കി വളർത്തിയിട്ട് അത് പെട്ടെന്ന് കേടുവരായിരിക്കും, അത് സങ്കടം വരും. അത് തന്നെയാണ്. അപ്പൊ കുഞ്ഞുണ്ടില്ലാത്തതിന്റെ ഒക്കെ ബഹളം അറിയുന്നുണ്ടല്ലോ അല്ലേ. കാരണം ഒച്ചയും ബഹളമില്ലല്ലോ. അവര് എന്തായാലും കുറച്ച് ദിവസം അവിടെ നിൽക്കട്ടെ. നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് നാളെ വരാം.